ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രതികരണം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആ വാഹനം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരും വലിയ ആവേശത്തിൽ തന്നെയാണ്. ആയിരക്കണക്കിന് പ്രവർത്തകർ UDF റാലിയിൽ ഉടനീളം പങ്കെടുക്കുന്നുണ്ട്. എത്ര വോട്ടിന് വാപ്പുട്ടി? എത്ര വോട്ടിന്? 25,000. LDF എന്ത് വാവിടെ നിലമ്പൂർ മണ്ണ് കോൺഗ്രസിൻ്റെ മണ്ട എന്നും. പക്ഷേ അതിൻ്റെ മുൻപ് 9 വർഷം ചില പ്രശ്നങ്ങളാൽ കോൺഗ്രസ് നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഈ പ്രാവശ്യം എന്തായാലും ഞങ്ങൾ വോട്ട് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 25,000 വോട്ടിന് മുകളിലല്ലാതെ താഴത്തേക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് നമ്മളവരുടെ പ്രതികരണം കേൾക്കുന്നുണ്ട്. മിനിമം 25,000 ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ളതാണ് ഒരുപോലെ പറയുന്നത്. ഇപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ മഴ മാറി നിൽക്കുന്നത് ഒരു ആവേശമായി മാറുന്നുണ്ട്. മണ്ഡലത്തെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള റോഡ് ഷോകൾ മുന്നണികളുടെ ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ലീഗിൻ്റെയും അതുപോലെ തന്നെ INLയുടെയും ഒക്കെ കൊടികൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുമുണ്ട്. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ M സ്വരാജ് കോൺഗ്രസ് ഓഫീസിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ ഒന്ന് കൊടിവീശി കാണിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിൽ സാനുവയിലേക്ക് ഒന്ന് പോകാമെന്ന് തോന്നുന്നു. അതായത് മറ്റന്നാൾ കാണിച്ചു തരാം എന്നതാണോ ആ കൊടിവീശലിൻ്റെ പിന്നിലെ അർത്ഥം? സാനിയോ? സുജയ, അങ്ങനെയുള്ള ഒരർത്ഥം ആയിരിക്കും തോന്നുന്നില്ല. കാരണം ഈ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് അല്പം മാറിയതിന് ശേഷമാണ് കൊടി വീശിയത്. കോൺഗ്രസ് ഓഫീസിൻ്റെ മുൻപിൽ കൂടി പോകുമ്പോൾ നമ്മളെല്ലാവരും വളരെ കൗതുകത്തോടെ നോക്കുകയായിരുന്നു. കാരണം ഒരു പ്രശ്നവുമില്ലാതെ, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നിലമ്പൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരസ്പരം ബഹുമാനിക്കുന്ന വോട്ടർമാരും നേതാക്കളുമാണ് എന്നുള്ളതാണ്. ഒരു പ്രശ്നവുമില്ലാതെ സ്വരാജിൻ്റെ വാഹനത്തിന് കടന്നു പോകാനുള്ള സൗകര്യം കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ഒരുക്കുന്നു. അതിനുശേഷമാണ് സ്വരാജ് ചുവന്ന കൊടി വീശി കാണിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടായത്. വലിയ ആവേശത്തിലാണ് സ്ഥാനാർത്ഥിയും. സാധാരണ നമ്മൾ M സ്വരാജ് അത്ര ഒരു ആവേശം കാണിക്കുന്നതായി കാണാറില്ല. കാരണം അദ്ദേഹം ഗൗരവം അല്പം കൂടുതലുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം വലിയ ആവേശത്തിലാണ് എന്നുള്ളതാണ്. കൊടി വീശി കാണിച്ചുകൊണ്ട് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടെ വളരെ ആഹ്ലാദത്തോടെ പോകുന്ന ഒരു വിജയത്തിന് ശേഷം പോവുകയാണോ എന്ന് മധ്യത്തിലാണ് ഇപ്പോൾ M സ്വരാജിന്റെ LDFന്റെ വാഹന റാലി റോഡ് ഷോ എത്തി നിൽക്കുന്നത്. തീർച്ചയായും അതുണ്ട് എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം അല്പം ഒരു ഇൻട്രോവേർട്ടായ മനുഷ്യനായതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ അധികം സംസാരിക്കുകയോ ചിരിക്കുകയോ ചെയ്യാതിരുന്നത്. പക്ഷേ സ്ഥാനാർത്ഥിയാകുമ്പോൾ സ്വാഭാവികമായും വേണ്ട ചില മാറ്റങ്ങൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. ആ ഒരു ഒരു എളുപ്പം അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴും നമുക്കുണ്ടായിരുന്നു. ഏതായാലും വലിയ ആവേശം സ്ഥാനാർത്ഥിക്ക് ചുറ്റും കൈകൊടുക്കാനും മറ്റും ആളുകൾ ഈ വാഹനത്തെ പൊതിഞ്ഞു പിടിക്കുന്നതാണ് കാണുന്നത്. മണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല, പുറത്തു നിന്നുള്ള ആളുകളും സ്വാഭാവികമായും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പുറത്തു നിന്നുള്ള നേതാക്കളുണ്ട്, പുറത്തു നിന്നുള്ള പ്രവർത്തകരുണ്ട്. വലിയ ആവേശം കൊട്ടിക്കയറുന്നു. നമുക്കറിയാം, വെറും 22 ദിവസം മാത്രമാണ് ഒരു പര്യടനത്തിന് കിട്ടിയിട്ടുള്ളത് എന്ന്. ആ ദിവസം കൊണ്ട് തന്നെ എല്ലായിടവും കവർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആത്മവിശ്വാസമായി ഇവർ കാണുന്നത്. ഇപ്പോൾ നിലമ്പൂർ TB കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റ് ബംഗ്ലാവ് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു. വാഹനം അല്പസമയത്തിനകം നിലമ്പൂരിൻ്റെ അതിർത്തിയിലേക്ക്, അതായത് വടപുറം പാലത്തിന് സമീപത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം അതിന് സമീപത്തായിരിക്കും കൊട്ടിക്കലാശമെന്നാണ് ഇപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകുന്നത്. നേരത്തെ തീരുമാനിച്ചത് ഇവിടെ ആയിരുന്നില്ലെങ്കിലും ഇപ്പോൾ ആവേശം കണക്കിലെടുത്തും പോലീസ് മറ്റു ചില സംവിധാനങ്ങൾ ഒരുക്കിയുമാണ് അല്പം മുന്നോട്ടേക്ക്. സ്വരാജിന്റെ പ്രചാരണം കടന്നു വരുന്ന വഴികളിലൊക്കെ വലിയ തിരക്കാണ്. അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണ റാലിയിലും ആയിരങ്ങൾ അണിചേരുകയാണ്. മോഹൻ ജോർജിനെ നമ്മൾ ഇതുവരെ കണ്ടില്ല. NDAയുടെ DJ ആണ് നമ്മൾ ഇതുവരെ കണ്ടത്.